വെൽക്കം ടു സിനിമോസഫി. കല കലക്ക് വേണ്ടിയാണോ എന്ന ദാർശനിക ചോദ്യത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഒരാളുടെ പ്രജ്ഞയുടെയും പ്രവൃത്തിയുടെയും പരിണാമം പൂർത്തിയാകുക അവ സമൂഹത്തിൻ്റെത് കൂടിയാകുമ്പോഴാണ്. അതിനാൽ തന്നെ കല കലക്ക് വേണ്ടി മാത്രമല്ല എന്ന ഉത്തരത്തിലേക്ക് ആ ദാർശനിക പ്രശ്നത്തെ നമുക്ക് ചുരുക്കാം. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കല കൊണ്ട് കേവല പ്രതിഭാ പ്രകാശനത്തിനപ്പുറം രാഷ്ട്രീയ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. തമിഴ് സംവിധായകൻ പാരഞ്ജിത്ത് ആ നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ സ്വയം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. സ്വത്വ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ ചിത്രം വരച്ചിട്ട പാരഞ്ജിത്ത് ചിത്രമാണ് മദ്രാസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മദ്രാസ് എന്ന സിനിമയുടെ ഐഡിയോളജിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കലാമൂല്യമുള്ള ഓരോ സിനിമയും വരച്ചിടുന്നത് അസ്തിത്വത്തിന്റെ ഉണ്മയാണ്. നിലനിൽക്കുന്ന നടപ്പ് രീതിയോട് കലഹിക്കുമ്പോൾ തന്നെ ജനകീയമായ ആസ്വാദന മികവ് സിനിമയിൽ കൊണ്ടുവരിക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ആ നിലയിൽ 100% വിജയിച്ച സംവിധായകനാണ് പാരഞ്ജിത്ത്. പാരഞ്ജിത്തിന്റെ ഏത് സിനിമയെടുത്താലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമകളായിരിക്കും. എന്നാൽ അതേസമയം തന്നെ ആ സിനിമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ കലാമൂല്യങ്ങളും ഉണ്ടാകും. നിരവധി മസാല സിനിമകളാൽ നൊട്ടോറിയസ് പദവി കിട്ടിയ സ്ഥലമാണ് വടച്ചെന്നൈ അഥവാ നോർത്ത് ചെന്നൈ. അവിടെയുള്ളവർ ഗുണ്ടകളും കൊട്ടേഷൻ എടുക്കുന്നവരുമാണെന്നാണ് തമിഴിലെ ഒട്ടുമിക്ക മസാല സിനിമകളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതിനപ്പുറം അവിടുത്തുകാർക്കൊരു ജീവിതമില്ലെന്ന തരത്തിലാണ് നോർത്ത് ചെന്നൈയെ അതുവരെ സിനിമാക്കാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വടച്ചെന്നൈയിലെ ദലിത് ജീവിതങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് മദ്രാസ്. ഒരു ചുവരിനെയും ആ ചുവരിന്റെ കൈവശാധികാരത്തെയും ചുറ്റിപ്പറ്റിയാണ് സിനിമ വികസിക്കുന്നത്. ഈ ചുവരാണ് സിനിമയുടെ എല്ലാം. ചുവരിനെ കുറിച്ച് നമുക്ക് വിശദമായി വീഡിയോയുടെ അവസാനം സംസാരിക്കാം. ഐഡന്റിറ്റിയുടെ അഥവാ സ്വത്വബോധത്തിന്റെ രാഷ്ട്രീയമാണ് ഈ സിനിമയിലൂടെ പാരഞ്ജിത്ത് പറയുന്നത്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, സ്വന്തം സ്വത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അധികാരം കയ്യിലുള്ള കൂട്ടരാണ് സ്വത്വം അടിച്ചേൽപ്പിക്കുക. രണ്ട്, സ്വന്തം സ്വത്വം തിരിച്ചറിയാതെ മറ്റൊരു പ്രിവിലേജിനാൽ ഭരിക്കപ്പെടുന്നത്. അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനെതിരെയുള്ള കലഹമാണ് മദ്രാസ് എന്ന സിനിമ. അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്വത്വത്തിന്റെ മെറ്റഫറാണ് സിനിമയിലെ വലിയ ചുവർ. ഒരർത്ഥത്തിൽ ആ ചുവർ എന്നത് ആ കമ്മ്യൂണിറ്റി തന്നെയാണ്. അധികാരത്തിന് വേണ്ടി സവർണ വിഭാഗത്തിലുള്ള ഇരു കൂട്ടരാണ് ആ ചുവരിനു മേലുള്ള അവകാശം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദലിത് കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണോ അധികാരത്തിനു വേണ്ടി അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചുവരും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചുവർ ആ ദലിത് കമ്മ്യൂണിറ്റി തന്നെയാണ്. ഏത് പാർട്ടിയുടെ നേതാവിന്റെ ചിത്രമാണോ ആ ചുവരിൽ വരച്ചിടുന്നത് ആ നേതാവിന്റെ ഐഡന്റിറ്റിയാണ് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്വത്വബോധത്തിന്റെ മെറ്റഫറാണ് ചുവരെങ്കിൽ സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയാതെ മറ്റൊരാളാൽ ഭരിക്കപ്പെടുന്നവന്റെ മെറ്റഫറാണ് കാർത്തി അവതരിപ്പിക്കുന്ന കാലി എന്ന കഥാപാത്രം. കാലി IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിദ്യാസമ്പന്നനാണ്. പക്ഷേ രാഷ്ട്രീയ ബോധമോ സ്വത്വബോധമോ ഇല്ലാത്ത രാഷ്ട്രീയ ഇടപെടൽ നടത്താത്തവനാണ്. ഈ നായക കഥാപാത്രത്തിന്റെ പരിണാമമാണ് ചിത്രത്തിന്റെ ആകെ തുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹ ഉത്തരവാദിത്വത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് സിനിമയുടെ കാതൽ. ഇന്ത്യയുടെ സാമൂഹികാവസ്ഥയിൽ വിദ്യാഭ്യാസം നേടൽ പോലും രാഷ്ട്രീയ പ്രവർത്തനമാണ്. സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ്. നോർത്ത് ചെന്നൈ എന്നത് സിനിമകളിലൂടെ വില്ലനൈസ് ചെയ്യപ്പെട്ട സ്ഥലമാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതിനെ പൊളിച്ചെഴുതുകയാണ് പാരഞ്ജിത്ത് ചെയ്യുന്നത്. പാരഞ്ജിത്തിന്റെ ഏത് സിനിമ എടുത്താലും ഈ ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. കബാലി എന്ന സിനിമയിൽ ആ വാക്കിനെ തന്നെയാണ് അദ്ദേഹം പൊളിച്ചെഴുതുന്നത്. കബാലി എന്നത് അതുവരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ മോശമായി വിളിക്കുന്ന പേരായിരുന്നു. എന്നാൽ കബാലി എന്ന സിനിമ വന്നതോടെ ആ വാക്കിനൊരു മാസ് പരിവേഷം കിട്ടി. കാല എന്ന സിനിമയിൽ ധാരാവി എന്ന പ്രദേശത്തിന്റെ അതുവരെയുള്ള ചിത്രമാണ് പാരഞ്ജിത്ത് പൊളിച്ചെഴുതുന്നത്. ഡീകൺസ്ട്രക്ഷൻ എന്നാണ് ഈ പരിപാടിയെ ലിറ്ററേച്ചറിലും ഫിലോസഫിയിലും പറയുന്നത്. പാരഞ്ജിത്തിന്റെ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഡീകൺസ്ട്രക്ഷൻ ആണ്. മദ്രാസും ചെയ്യുന്നത് അതുതന്നെ. ദലിതർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് വടച്ചെന്നൈ. എന്നാൽ ആ പ്രദേശം പൊതുവെ അറിയപ്പെടുന്നത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സ്ഥലം എന്ന നിലക്കാണ്. സിനിമകളിലൂടെ അത് പർവ്വതീകരിച്ചപ്പോൾ ആ പ്രദേശത്തിന്റെ ഇമേജ് അങ്ങനെ തന്നെയായി മാറി. എന്നാൽ നോർത്ത് ചെന്നൈ അങ്ങനെയല്ലെന്ന് കാണിക്കുന്ന സിനിമയാണ് മദ്രാസ്. തീർച്ചയായും ഈ സിനിമയിലും ആക്ഷനും വയലൻസും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഹീറോയിസമായല്ല കാണിക്കുന്നത്. മറ്റു സിനിമകളിൽ ഹീറോയിസമായി കാണിക്കുന്ന വയലൻസ് മദ്രാസിൽ കാണിക്കുന്നത് അതിജീവനമായാണ്. സിനിമയിലെ നായക കഥാപാത്രമായ കാലിയുടെ ഹീറോയിസം എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല വയലൻസ് ഉപയോഗിക്കുന്നത്, മറിച്ച് ആ കഥാപാത്രത്തിന്റെ യാത്രയുടെ അതിജീവനത്തിന് വേണ്ടിയാണത്. കാലിയുടെ ക്യാരക്ടർ ആർക്ക് തന്നെയാണ് സിനിമയുടെ രാഷ്ട്രീയം. സിനിമ തുടങ്ങുമ്പോൾ അയാൾ എല്ലായിടത്തും ഔട്ട്സൈഡർ ആണ്. സ്വന്തം കമ്മ്യൂണിറ്റിയിൽ അയാൾ കമ്മ്യൂണിറ്റിയോടും സമൂഹത്തോടും കൂറില്ലാത്ത സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ്. എന്നാൽ പുറത്ത് അയാൾ ദലിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നോർത്ത് ചെന്നൈയിൽ നിന്ന് വരുന്ന അടുക്കാൻ കൊള്ളാത്ത ഒരാളാണ്. ഈ രണ്ട് മതിലുകൾക്കുള്ളിൽ ഒരു ഔട്ട്സൈഡറായാണ് കാലി
അതിജീവിക്കുന്നത്. അതിൽ അയാൾക്ക് പരിഭവമില്ല താനും. എന്നാൽ പോകെ പോകെ അയാൾ അയാളുടെ ശരിയായ സ്വത്വം തിരിച്ചറിയുകയും അയാൾ ജീവിക്കുന്ന സമൂഹത്തിനു വേണ്ടി നല്ലത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് എളുപ്പമായിരുന്നില്ല. അയാൾക്ക് പലതിനെയും അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. ആ അതിജീവനമാണ് സിനിമയുടെ രാഷ്ട്രീയം. കാലാകാലം ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ അടിമയാക്കപ്പെടാനൊന്നും നിന്നുകൊടുക്കാൻ മനസ്സിലാത്തവന്റെ പ്രതിഷേധമാണ് മദ്രാസ് എന്ന സിനിമ. മദ്രാസ് സിനിമയുടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ സ്വത്വരാഷ്ട്രീയത്തിനപ്പുറമായി വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പൊളിച്ചെഴുത്തും നമുക്ക് കാണാൻ കഴിയും. നോർത്ത് ചെന്നൈ എന്നത് ഇന്ത്യയായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ മതിൽ ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന ഏകശിലാത്മക സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബ്രാഹ്മണിക്കൽ ഐഡന്റിറ്റിയിൽ ഇന്ത്യയിലെ ദലിത്, ആദിവാസി, ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ സംസ്കാരങ്ങൾ മങ്ങിപ്പോകുന്നുണ്ട്. സംസ്കൃതവും വേദങ്ങളും മാത്രമാണ് ഇന്ത്യൻ പാരമ്പര്യമെന്ന വീമ്പിനെയാണ് രഞ്ജിത്ത് പൊളിച്ചെഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിലെ വില്ലന്മാരായ പെരുമാൾ, കണ്ണൻ, മാരി എന്ന സംസ്കൃത പാരമ്പര്യത്തിലെ ദൈവങ്ങളുടെ പേരുള്ളവർ തങ്ങളുടെ പൂർവികരുടെ ചിത്രങ്ങൾ ആ ചുവരിൽ വരച്ചിടാൻ ശ്രമിക്കുന്നതും കാലി ആ ചുവർ ചിത്രങ്ങളുടെ മേൽ നീല പെയിന്റ് ഒഴിക്കുന്നതും. നീല കളർ ആ അവസരത്തിൽ മാത്രമല്ല സിനിമയിൽ വരുന്നത്. സിനിമയിലുടനീളം നീല നിറം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീല നിറമെന്ന് നമുക്ക് പരിശോധിക്കാം. ബുദ്ധിസത്തിൽ നീല നിറത്തിന് ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. നീല വിശുദ്ധത്തെയും ഏകതയെയും സാധ്യതകളെയും സൂചിപ്പിക്കുന്ന നിറമാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചതിന് പിന്നാലെ നീല നിറം അദ്ദേഹത്തിന്റെ ഇഷ്ട നിറമായി മാറുകയും ഒരു ഐഡന്റിറ്റി പോലെ നീല നിറത്തെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പാരഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നീല നിറത്തെ ഒരു ടൂളായി ഉപയോഗിക്കുന്നത്. ആദ്യ സിനിമയായ ആട്ടക്കത്തി മുതൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും. മദ്രാസിൽ കാലി ധരിക്കുന്ന അധിക വേഷവും നീല നിറത്തിലാണ്. പല അവസരങ്ങളിലും അവന്റെ വീടിന്റെ ചുവർ പൊളിഞ്ഞ് നീല നിറം പുറത്തു കാണുന്നുണ്ട്. എത്രയൊക്കെ മറച്ചു വെച്ചാലും ഒരിക്കൽ സ്വത്വം പുറത്തു വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ധരിക്കുന്ന ജേഴ്സിയും നീല നിറത്തിലാണ്. എതിർ ടീമിന്റെ ജേഴ്സിയുടെ നിറം കറുപ്പും ചുവപ്പും ചേർന്നതാണ്. ഇതിനു പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. തമിഴ്നാട്ടിലെ പ്രധാന പാർട്ടികളുടെ കൊടികളുടെ നിറം നോക്കിയാൽ രണ്ട് പ്രധാന പാർട്ടികളുടെയും കൊടിനിറങ്ങൾ കറുപ്പും ചുവപ്പും ചേർന്നതാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ എതിർ ടീമിലുള്ള ഒരാൾ ഇടംകാലി വെച്ച് കാലിയെ വീഴ്ത്തുന്നുണ്ട്. ഇതിനു പകരമായി കാലി എണീറ്റ് അവനെ തിരിച്ചടിക്കുന്നുണ്ട്. ഇതാണ് സിനിമയുടെ കഥയും. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രധാന പാർട്ടികൾ തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അടക്കി ഭരിക്കുമ്പോൾ അവർക്കെതിരെ എണീറ്റ് നിന്ന് ചോദ്യം ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കുകയുമാണ് കാലി ചെയ്യുന്നത്. അതിന് തന്റെ കമ്മ്യൂണിറ്റിയെ അവൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന പരസ്യം ആ ചുവരിൽ നിറയുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് ഭരിക്കപ്പെടുന്നവർ തങ്ങളുടെ സ്വത്വം തിരിച്ചറിയുകയും വിദ്യാഭ്യാസവും റാഷണാലിറ്റിയുമാണ് തങ്ങളുടെ ചിന്തകളെ ഭരിക്കേണ്ടത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണ് പാരഞ്ജിത്ത് സിനിമ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് മദ്രാസ് എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ അനാലിസിസ്, ഐഡിയോളജിയൊക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.